നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് എന്താണ്? ആത്യന്തികമായ സന്തോഷം. ഈ സന്തോഷത്തെ സ്വായത്തമാക്കാൻ വേണ്ടിയാണ് ഇന്ന് ലോകത്തിലെ എല്ലാ മനുഷ്യരും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. എന്ത് കാര്യം ചെയ്യുമ്പോഴും ആത്യന്തികമായ ലക്ഷ്യം എനിക്ക് സന്തോഷം കിട്ടണം എന്നത് മാത്രമാണ്. പക്ഷേ ആ സന്തോഷത്തിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണ്? ജീവിതത്തിൽ ഇപ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നു? ഇപ്പോൾ നമ്മുടെ പ്രസന്റ് കണ്ടീഷൻ എന്താണ് ഈ ജീവിതത്തിൽ? ആദ്യം അതിനെ അക്സെപ്റ്റ് ചെയ്യുക. പറയാറുണ്ട്, റിയാലിറ്റിയെ ഉൾക്കൊള്ളാൻ പഠിക്കണം. ഇപ്പോൾ നടക്കുന്നത് എന്തോ ആ വാസ്തവികമായ കാര്യത്തെ ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാവുക. എന്നിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയത്തെ എല്ലാ ദിവസവും നമ്മൾ പ്രയോജനപ്പെടുത്തുക. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം സന്തോഷപൂരിതമാണ്. ഇപ്പോൾ എൻ്റെ സ്റ്റാറ്റസ് എന്താണ്, സ്റ്റേറ്റ് എന്താണ്, സ്റ്റേജ് എന്താണ്? ഓക്കെ, ഞാനത് മനസ്സിലാക്കുന്നു. ഇങ്ങനെ തന്നെ ഇരുന്നാൽ മതിയോ എനിക്ക്? പോരെങ്കിൽ എനിക്ക് എന്നെ അപ്ഗ്രേഡ് ചെയ്യണം. അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ അപ്ഡേഷൻ നടത്തണം. എന്താ അപ്ഡേഷൻ? ഓരോ ദിവസവും ഞാൻ അപ്ഡേറ്റിംഗ്, മുകളിലേക്ക് പോകാൻ ഓരോ ദിവസത്തെയും ഞാൻ സദുപയോഗം ചെയ്യണം. അതിനാദ്യം സമയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ജീവിതത്തിന്റെ വില എന്താണെന്ന് മനസ്സിലാക്കുക. കാരണം നമ്മുടെ ജീവിതം സമയമാണ് ജീവിതം. ടൈം ഈസ് ലൈഫ്. എനിക്ക് 60 വയസ്സായി ഞാൻ പറയുമ്പോൾ അർത്ഥം എന്താണ്? എൻ്റെ ജീവിതം ഞാൻ ജീവിക്കാൻ തുടങ്ങിയിട്ട് 60 വർഷം. അപ്പൊ ജീവിതത്തെ നമ്മൾ എപ്പോഴും കണക്ട് ചെയ്യുന്നത് സമയവുമായിട്ടാണ്. ദീർഘായുസ് ഉണ്ടാവട്ടെ, ദീർഘകാലം ജീവിച്ചിരിക്കട്ടെ എന്ന് എൻ്റെ അർത്ഥം. സമയം പോയോ, ലൈഫ് പോയി. നമ്മൾ പറയും അകാല മൃത്യു എന്നൊന്ന് പറയുക, അകാലത്തിൽ പൊലിഞ്ഞു പോയെന്നാ പറയുക. അർത്ഥം നമുക്ക് ജീവിതം കൂടുതൽ കാലം ജീവിക്കാൻ സാധിച്ചില്ല എന്ന്. അപ്പോ ജീവിതത്തിന്റെ സന്തോഷം ഒന്ന്, നമ്മൾ ആരാണ് എന്താണെന്നുള്ള യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കി കൂടുതൽ നമുക്ക് നമ്മളെ ഉയർത്തുവാൻ വേണ്ടി ഓരോ ദിവസത്തെയും നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നത് തന്നെയാണ്. അതുകൊണ്ട് ജീവിതവും സമയവും തമ്മിലുള്ള പരസ്പര ബന്ധം എന്താണ് അത് മനസ്സിലാക്കി സമയത്തെ സദുപയോഗം ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ ഉയർത്താൻ സാധിക്കും. ഇത് തന്നെയാണ് യഥാർത്ഥ സന്തോഷത്തിന്റെ രഹസ്യവും സന്തോഷത്തിന്റെ സമവാക്യവും. എന്താണ്? ടൈം ഈസ് ഈക്വൽ ടു ലൈഫ്.